നമുക്ക് സ്മാർട്ട് ഷോപ്പ് ഡിജിറ്റൽ ആപ്പിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് നോക്കാം. ഡാഷ്ബോർഡിലാണെങ്കിൽ ഒരു ദിവസം എത്ര സെയിൽ നടന്നു എന്നുള്ളതാണ്. സെയിൽ എത്ര കിട്ടി, ആവറേജ് ബിൽ വാല്യൂ, മാർജിൻ എത്ര കിട്ടി, എത്ര ക്യാഷ് കളക്ട് ചെയ്തു, കാർഡ് പേയ്മെൻറ്റ് എത്ര. ഇതിപ്പോൾ നമുക്ക് ടുഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് 3 months, 6 months, ഇയർ വൈസ് ഇങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഓവറോൾ ഒരു സമ്മറി പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് കാണാൻ മാത്രമല്ല, ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ എക്സലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനായി റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വരുന്ന വിൻഡോയിൽ നിന്ന് ഫ്രം ഡേറ്റ് ടു ഡേറ്റ് പെർട്ടിക്കുലർ പീരീഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ പീരീഡിലുള്ള റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡായി കിട്ടും. ഇങ്ങനെ ഡൗൺലോഡ് ആകുന്ന ഐറ്റത്തിനെ നമ്മുടെ ഫോൺ ഡിവൈസിൽ എവിടെയാണെന്ന് വെച്ചാൽ, അത് ഡോക്യുമെൻറ്റ്സിലോ ഡൗൺലോഡ്സിലോ എവിടെയാണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ട്സ് നമുക്ക് സേവ് ചെയ്തിടാം. അടുത്തതായി നമുക്ക് വെൻഡർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫീച്ചറാണ്. നമുക്ക് സ്ഥിരമായി സാധനങ്ങൾ കൊണ്ടുവരുന്ന വെൻഡേഴ്സിനെ നമുക്കിവിടെ ആഡ് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു പുതിയ വെൻഡറിനെ ആഡ് ചെയ്യാം. ആ വെൻഡറിൻ്റെ നെയിമും മറ്റ് ഡീറ്റെയിൽസും ആഡ് ചെയ്യാം. അവർ ഒരു ഇൻവോയ്സുമായി വരുമ്പോൾ എക്സിസ്റ്റിംഗ് വെൻഡർ ആണെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ പുതിയൊരു വെൻഡർ ആണെങ്കിൽ ആഡ് ചെയ്യാം. അടുത്തതായി ഫേവറേറ്റ്സ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു പുതിയ കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഞാൻ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഞാൻ പുതിയൊരു ഐറ്റം, ഡമ്മി ഐറ്റമായിട്ട് അനാർ എന്ന് പറയുന്ന ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഐറ്റത്തിൻ്റെ പിക്ചർ നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് നമുക്കൊരു പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ക്രിയേറ്റ് ചെയ്ത വെജിറ്റബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലെ കുറച്ച് ഐറ്റംസാണിത്. നമ്മൾ ബില്ല് ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാറ്റഗറിയും പ്രോഡക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടാൽ നമുക്ക് ഈസിയായി ഇതിൽ നിന്ന് ഐറ്റംസിനെ സെലക്ട് ചെയ്ത് ബില്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് ബിൽ ടെംപ്ലേറ്റ് ആണ്. നമ്മുടെ പ്രിൻ്ററിൽ ടെംപ്ലേറ്റ് എങ്ങനെ വേണമെന്നുള്ളതാണ്. നമ്മുടെ സ്റ്റോർ ആണെങ്കിൽ അതിൻ്റെ ലോഗോ, ബാക്കി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ബില്ലിൽ ഈ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റ്സ് അനുസരിച്ചായിരിക്കും ബിൽ പ്രിൻ്റായി വരുന്നത്. അടുത്ത ഫീച്ചർ യൂസർ മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ ഒരു സ്റ്റാഫ്, ഒരു ക്യാഷ്യർ ആണുള്ളതെങ്കിൽ അവരിപ്പോൾ അവരുടെ പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെയാണ് ഉള്ളത്. അടുത്തത് ആർട്ടിക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫീച്ചറാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത മൊത്തം ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കറൻറ്റ് സ്റ്റോക്കും കാര്യങ്ങളും. ആ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നമുക്ക് ആ ഐറ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ബാർകോഡ് വേണമെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയോ എക്സിസ്റ്റിംഗ് ഉള്ള ബാർകോഡ് എഡിറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുക്കുകയോ ഇവിടെ നമുക്ക് ചെയ്യാം. അങ്ങനെ പുതിയ ബാർകോഡ് ആഡ് ചെയ്യാനായിട്ട് അവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ ബാർകോഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ടുള്ള ഫീച്ചർ സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പ്രിൻ്റർ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. നമ്മളൊരു എക്സ്റ്റേണൽ റീഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസ് എക്സ്റ്റേണൽ റീഡർ സ്വിച്ച് ഓൺ ആക്കി കൊടുത്ത്, ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് എക്സ്റ്റേണൽ റീഡറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റും. ലേബർ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ബാർകോഡ് പ്രിൻ്റ് ചെയ്യാനുള്ളതാണ്. അത് 80 mm പേപ്പറാണോ 58 mm പേപ്പറാണോ എന്ന് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ടെൻഡർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഒരു ക്യാഷ്യർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അവരന്ന് എത്ര ക്യാഷ് കളക്ട് ചെയ്തു, എത്ര കാർഡ് പേയ്മെൻറ്റ് വന്നു എന്നെല്ലാം എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു ഓണറാണെങ്കിൽ ക്യാഷ്യർ ഇവിടെ സബ്മിറ്റ് ചെയ്ത ഡേറ്റ നമുക്ക് പിന്നീട് വന്ന് ഇതിൽ ചെക്ക് ചെയ്താൽ നമുക്കറിയാം എത്ര സെയിൽ നടന്നു, ക്യാഷ് എത്ര, ഡിജിറ്റൽ പേയ്മെൻറ്റ് എത്ര, ആ ദിവസത്തെ ടെൻഡർ ഫുള്ള് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ അപ്രൂവൽ എന്ന് പറയുന്ന സ്ക്രീന് ഓണർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ ഓണറായിട്ടാണ് ലോഗിൻ ആയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിവിടെ ഈ അപ്രൂവലിൻ്റെ സ്ക്രീൻ വിസിബിളാണ്. ക്യാഷ്യർക്കാണെങ്കിൽ അപ്രൂവലിനുള്ള സ്ക്രീനില്ല, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഓപ്ഷനുള്ളൂ. പുതിയതായി ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ബില്ലെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കസ്റ്റമറിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്ത് വിടാം. ഇവിടെ പ്രോഡക്റ്റ്സ് ലിസ്റ്റിംഗ് ആണ്. കാറ്റഗറി വൈസ് ആണ് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. ഡമ്മി കാറ്റഗറിയും പ്രോഡക്റ്റ്സുമാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലും വെജിറ്റബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലും കുറച്ച് പ്രോഡക്റ്റ്സ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബില്ലിലേക്ക് ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്തു, അത് ആഡായി. രണ്ടാമത് ഞാൻ മറ്റൊരു പ്രോഡക്റ്റും കൂടി ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ ഐറ്റംസ് 2ഉം ടോട്ടൽ വാല്യൂ 150 ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. പുതിയതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. സ്കാനർ എനേബിൾ ചെയ്താൽ ക്യാമറ എനേബിൾ ആവും. ബാർകോഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്കവിടെ
സ്കാൻ ചെയ്ത് ആഡ് ചെയ്യാം. അതല്ല മാനുവലി ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആഡ് ചെയ്ത പ്രോഡക്റ്റിന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ചെക്കൗട്ട് സ്ക്രീനിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ, പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. ഡിജിറ്റൽ ആണെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കാർഡ് ആണെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ്. ഇപ്പോൾ ക്യാഷ് നമുക്ക് ആക്ച്വൽ വാല്യൂ 150 ആണ്. 200 കൊടുത്ത ബാലൻസ് കാണിക്കും. ആക്ച്വൽ വാല്യൂ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് GRN ആണ്. GRNൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഉള്ള ഇൻവോയ്സസ് ഒക്കെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ പുതിയൊരു ഇൻവോയ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ഇൻവോയ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ വെൻഡറിനെ ആഡ് ചെയ്യുക. സെർച്ച് വെൻഡറിൽ ക്ലിക്ക് ചെയ്ത് പുതിയ വെൻഡറിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ടെസ്റ്റ് വെൻഡർ ന്യൂ എന്ന് പറയുന്ന വെൻഡറിനെ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ആ ഇൻവോയ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഇൻവോയ്സ് ലിസ്റ്റിൽ ആഡ് ആവും. ഇതിലേക്ക് ഇനി ഐറ്റംസിനെ ആഡ് ചെയ്യാം. ബാർകോഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ സ്കാനർ എനേബിൾ ചെയ്ത് ക്യാമറ യൂസ് ചെയ്ത് ബാർകോഡ് സ്കാൻ ചെയ്ത് ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബാർകോഡ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ ആഡ് നോ ബാർകോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോഡക്റ്റ് നെയിമും ക്വാണ്ടിറ്റിയും MRP, കോസ്റ്റ്, ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് ഇതെല്ലാം എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം. ഈ സേവ് ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് ലിസ്റ്റിൽ കിട്ടും. ആ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലേബൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ലേബൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് പ്രിൻറ്റ്സ് വേണം അത് എൻ്റർ ചെയ്ത് പ്രിൻ്റ് കൊടുത്താൽ പ്രിൻ്റ് ഔട്ട് ലഭിക്കും.